ആചാര്യന്മാർക്ക് നമസ്കാരം. ഒരു കാര്യം പറഞ്ഞു, ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളും ക്ഷേത്രത്തിൻ്റെ ബിംബം കാര്യങ്ങളെല്ലാം പറഞ്ഞു. പക്ഷെ ഒരു ഭക്തൻ ക്ഷേത്രത്തിൽ പ്രവേശിക്കേണ്ടത് ബാഹ്യ ആഭ്യന്തര ശുചിത്വത്തോടെയാണ്. പക്ഷെ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. ഒന്നും പ്രാർത്ഥിക്കേണ്ടതില്ല. നമുക്ക് അവിടെ വന്നിട്ട് നമ്മൾ ഇതൊക്കെ തന്നെ നമ്മളുടെ ദുഃഖങ്ങളൊക്കെ അവർ മനസ്സിലാക്കിക്കോളും. ഒന്നും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്. നമ്മൾ ഒരാളും ഭാരതീയ ശാസ്ത്രപ്രകാരം ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ല. നമ്മൾക്ക് വേണ്ടി എന്നുള്ളതേ ഉള്ളൂ. എല്ലാവർക്കും നമ്മൾക്ക് വേണ്ടി, ഒരാൾക്ക് വേണ്ടി. ഇപ്പൊ ഒരു കഥ പറയുന്നുണ്ട്. ഒരു ഭാഗവതത്തില് പ്രഹ്ലാദന്റെ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. പ്രഹ്ലാദൻ വളരെ കുട്ടിയായിരുന്നപ്പോ അവിടെ പ്രഹ്ലാദൻ പ്രാർത്ഥിക്കാൻ അങ്ങനെ അമ്പലത്തിലേക്ക് പോയി. ഒരു ദിവസം അമ്പലത്തിലേക്ക് പോയിട്ട് വരണ വഴിക്ക് നാരദര് വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എങ്ങടാ പോയിട്ട് വരണേ? അപ്പോൾ എന്നെ അമ്പലത്തിൽ പോയിട്ട് വരികയാണ്. അമ്പലത്തിൽ പോയിട്ട് എന്താ പ്രാർത്ഥിച്ചേ? അപ്പൊ എല്ലാവർക്കും നല്ലത് വരണം എന്ന് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ നിനക്ക് നല്ലത് വരണം എന്ന് പ്രാർത്ഥിച്ചില്ലേ എന്ന് വെച്ചു. എല്ലാവർക്കും നല്ലത് വന്നാൽ എനിക്കും നല്ലത് വരില്ലേ, ഞാൻ എന്തിനാ വേറെ പ്രാർത്ഥിക്കണം? ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. അപ്പൊ അതാണ് പറയാനുള്ളത്. നമുക്ക് എല്ലാവർക്കും നല്ലത് വരണം എന്ന് പ്രാർത്ഥിക്കുക, അതേ ആവശ്യമുള്ളൂ. ഞാനൊരു 2 വാക്ക് ഇപ്പോഴും പറഞ്ഞോട്ടെ. ഈ ചോദ്യം ഇപ്പം നേരത്തെ ചോദിച്ചുല്ലോ. അപ്പോൾ എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം അമ്പലത്തിൽ വരണ എല്ലാവരും അവരവരുടെ ബുദ്ധിമുട്ട് കൊണ്ട് തന്നെയാണ് വരണത്. അതായത് വിഷാദം. ഇപ്പോൾ അർജുനനായാലും, ഇത്രയൊക്കെ ഞാൻ നേരത്തെ അർജുനൻ കേമനാന്ന് പറഞ്ഞാലും യുദ്ധഭൂമിയിൽ നിന്നപ്പോൾ, യുദ്ധഭൂമിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നേരത്തെ ഒരു കാര്യം പറയാം. യുദ്ധം ചെയ്ത കുരുക്ഷേത്രത്തിനെ ധർമ്മക്ഷേത്രം എന്ന് വിളിച്ചു. എന്തുകൊണ്ടാ? അതും ക്ഷേത്രമായിട്ട് കണക്കാക്കി. ആ ധർമ്മം സംസ്ഥാപിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നടന്ന യുദ്ധമാണ്. 18 ദിവസം നീണ്ടു നിന്ന യുദ്ധമാണ്. അതുകൊണ്ട് ആ യുദ്ധഭൂമിയെ പോലും ക്ഷേത്രം എന്ന് വിളിച്ചു. അത് ഞാൻ ജസ്റ്റ് പറയണമെന്ന് മാത്രം. അപ്പോൾ ഈ ചോദിച്ച ചോദ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സാമാന്യം എല്ലാവരും ആദ്യം എത്തുക എന്താണ്, അവനവൻ്റെ ബുദ്ധിമുട്ട് വരുമ്പോഴെത്തുക. അപ്പോഴാണ് ഭക്തി അല്ലെങ്കിൽ അമ്പലത്തിൽ വരണം എന്നൊക്കെ തോന്നൽ ഒരു ഭൂരിഭാഗം ജനങ്ങൾക്കും അപ്പോഴേ തോന്നുള്ളൂ. അതുവരെയൊന്നും തോന്നില്ല. അങ്ങനെയല്ല, എപ്പോഴും തോന്നേണ്ടതാണത്. എപ്പോഴും അമ്പലത്തിൽ വരണം എന്നുള്ളതാണ് സാമാന്യം വേണ്ടത്. സാമാന്യം എന്നല്ല, നിർബന്ധമായിട്ടും വേണ്ടത്. പക്ഷെ ആർക്കും അങ്ങനെ തോന്നില്ല. ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ വരണം എന്ന് തോന്നും. അപ്പോൾ ബുദ്ധിമുട്ട് വന്ന് പ്രാർത്ഥിച്ചാലും കാര്യങ്ങളൊക്കെ നടക്കും. അത് അവനവൻ്റെ ബുദ്ധിമുട്ടാണെന്നുള്ളത് ആലോചിക്കണം. ഇനി കുറച്ചും കൂടി ആധ്യാത്മിക ജ്ഞാനം നേടിയാലത്തെ ഗുണം എന്താണ്? നമുക്ക് മനസ്സിലാവും ദേഹിയും ദേഹവും ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞാൽ, ഈ ശരീരത്തിലും ആത്മാവിലും കുടികൊള്ളുന്നതൊക്കെ ഒരേ ചൈതന്യമാണ്. അത് ആദ്യം മനസ്സിലാവും. അപ്പോൾ ആ സമയത്താണ് ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കണം കേട്ടോ. കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, ഞാനും വേറൊരാളും ഒന്നാണ്. അതായത് ഞാനും വേറൊരാളും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, എല്ലാം ഒന്നാണ്. അങ്ങനെ വരുന്ന അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ആധ്യാത്മിക ജ്ഞാനം വേണം. ആധ്യാത്മിക ജ്ഞാനം നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനും ബാക്കിയുള്ളവരും സകല ചരാചരങ്ങളും ഒന്നാണ് എന്നുള്ള ചിന്ത വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വേറൊരാളെയും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരു തരത്തിലും നമ്മൾ നോവിക്കാൻ ഇഷ്ടപ്പെടില്ല. സാത്വികമായിട്ടുള്ള ഗുണം വന്നു ചേരും. അങ്ങനെ വന്നു ചേരുന്ന ഒരു സാഹചര്യത്തിൽ പിന്നെ നമുക്ക് പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ മൊത്തത്തിലുള്ള പ്രാർത്ഥനയുള്ളൂ, നമുക്ക് ഒറ്റയ്ക്കുള്ള പ്രാർത്ഥനയില്ല. അപ്പൊ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലത് വരണം എന്നുള്ള ഉദ്ദേശമാണ്. കുറേയും കൂടി അങ്ങോട്ട് എത്തി പരബ്രഹ്മ ചൈതന്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആവും തോന്നണു ഒന്നും പ്രാർത്ഥിക്കേണ്ടാവില്ല. അപ്പൊ അമ്പലത്തിൽ വന്ന് തൊഴുതു. ചിലവർക്കൊക്കെ അങ്ങനെ ഉണ്ടാവും. ഇപ്പൊ ഗുരുവായൂരൊക്കെ നടക്കൽ ചെന്ന് കഴിഞ്ഞാൽ മനസ്സിലൊക്കെ കുറെ പ്രാർത്ഥിക്കണമെന്ന് വിചാരിച്ചു പോയാൽ അവിടെ ചെന്നാൽ ഒന്നും ഉണ്ടാവില്ല, വെറുതെ തൊഴും പോരും, കഴിഞ്ഞു. ഭാവത്തിൻ പരകോടിയിൽ അഭാവത്തിൻ ഭാവം വരും എന്ന് പറയാറുണ്ട്. പിന്നെ ഒരു കാര്യം, ചിത്തശുദ്ധി വേണം. ഈ ആധ്യാത്മികമായിട്ടുള്ള ജ്ഞാനത്തിൽ കൂടെ ഈ ഈശ്വര സാക്ഷാത്കാരം നേടണമെങ്കിൽ ചിത്തശുദ്ധി, മനഃശുദ്ധി വേണം. മനസ്സ് ശുദ്ധമാവണം. ബാഹ്യമായിട്ടുള്ള ശുദ്ധം കൊണ്ട് കാര്യമില്ല, ആന്തരികമായിട്ട് അത്യന്തം ശുദ്ധമാവണം. ആ ശുദ്ധമാവാൻ ഈ തരത്തിലുള്ള സത്സംഗങ്ങൾ, ഭാഗവത പാരായണം, നാമജപം, ഭജന ഒക്കെ സഹായിക്കും. മനസ്സ് ശുദ്ധമാവും. മനസ്സ് ശുദ്ധമായ മറ്റേ വഴിക്ക് പൊക്കോളും.